ആ പാലിൻ്റെ സമ്പ്രദായമൊക്കെ പണ്ടേ കഴിഞ്ഞതാ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പെണ്ണുങ്ങളെ ഭർത്താവിന് ആദ്യരാത്രി ബിയറിൻ്റെ കുപ്പിയും കൊണ്ടാണ് വരുന്നത്. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മളിവിടെ ബിയർ അടിച്ച് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഇടയ്ക്കിടയ്ക്ക് എണ്ണിക്കേണ്ടി വരും ബാത്റൂമിൽ പോകാൻ. എനിക്കാണെങ്കിൽ കിടന്നു കഴിഞ്ഞാൽ ഒരൊറ്റ കിടപ്പ് കിടക്കണം, നല്ല ഉറക്കം കിട്ടണം. ഇടയ്ക്കിടയ്ക്ക് എണ്ണിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ വെറുതെ പറഞ്ഞു. ഇപ്പോൾ ബിയർ അടിക്കുമോ? ബിയർ അടിക്കുന്നതിന് ഇപ്പോൾ എന്തുവാ, ബിയറൊക്കെ എനിക്ക്, പക്ഷെ ഇപ്പം അടിക്കത്തില്ല. സെറ്റ് 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 സെറ്റ്. എന്തോ പറ്റി? ഭയങ്കര ക്ഷീണം. എന്തോ ക്ഷീണമാ, ഒരാഴ്ചയായിട്ട് കല്യാണത്തിന് ഓട്ടത്തിലല്ലേ. ഞാൻ തന്നെ ഓണമുണ്ടായോ? നിങ്ങൾക്കൊക്കെ സുഖമല്ലേ? കണ്ണും പിരിവും എഴുതി പൊട്ടും തൊട്ട് സാരി കൊടുത്ത് മുല്ലപ്പൂവും വെച്ച് വരുന്ന വിരുന്നുകാരെ ചിരിച്ച് കാണിച്ചാൽ മതി. ഓടാനേ അച്ഛനും ആങ്ങളെ ഉണ്ടല്ലോ. കൊള്ളാം, ഭയങ്കര സുഖമല്ലേ. രാവിലെ 5 മണിക്ക് എണ്ണീക്കണം. 5 മണിക്ക് എണ്ണീറ്റ് കുളിച്ച് കുറിയും തൊട്ട് ബ്യൂട്ടീഷ്യൻ്റെ മുന്നിൽ ഇരുന്ന് അവരൊരുക്കി സാരി ഉടുത്ത് അത്രയും സ്വർണ്ണ ആഭരണങ്ങളും ഇട്ട് ഫോട്ടോഗ്രാഫറിൻ്റെ മുന്നിൽ ഇളിച്ച് നിൽക്കണം. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് 3-4 സാരിയൊക്കെ മാറി വന്നിരിക്കുന്നതൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ കല്യാണത്തിന് മുന്നേ അച്ഛന് വയ്യായിരുന്നു. പിന്നെ ഞാനൂടെ പോയാൽ കല്യാണം വിളിച്ച്. എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോയി ഞാൻ തന്നെ ഉറങ്ങിയോ? कौसल्या सुप्रजा रामपूर्वा संध्या प्रवर्तते. അതെ, ഇതെപ്പോഴെങ്ങാനും തീരുമോ? കുറെ നേരമല്ല തുടങ്ങിയിട്ട്. ഇത് ചെയ്യണ്ടേത് 12 ചോറ് എന്ന് പറഞ്ഞാൽ അലാറാൻ നിൽക്കരുതിട്ടാ. വയറൊക്കെ ഒരു തള്ളി വെക്കുകയും ചെയ്യാം. അച്ഛാ, അമ്മേ, ഗുഡ് മോർണിംഗ്. മോള് വന്നോ? ഗുഡ് മോർണിംഗ്. അല്ല, മോളെന്താ ഇവിടെ വന്നിരുന്ന് ഉറക്കം തൂങ്ങണേ? അമ്മ ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ചുമ്മാ ഇരിക്കട്ടെ, ഞാൻ കൊച്ചിൻ്റെ ആവശ്യമില്ലെന്ന് ചോദിക്കല്ലേ, നാണം വരുവായില്ലേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്തോ മോളെ ചോദിക്കി. ചേട്ടൻ എപ്പോഴും ഇങ്ങനെയാണോ? നീ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുക. ആദ്യമായിട്ടല്ലേ, ചെറിയ പേടിയൊക്കെ കാണും. ഞാൻ വയലിൽ വരെ പോയിട്ട് വരാം. മോളെ എപ്പോഴും ഇങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ തുടക്ക സമയമല്ലേ, കുറച്ച് കളയുമ്പോൾ മോക്കത് ശീലമായിക്കോളും. എനിക്കൊരു ശീലമൊന്നും ആക്കണ്ട. എനിക്ക് ഉറങ്ങണോ അമ്മ നല്ലോണക്ക്? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നേയില്ല. എനിക്ക് ഉറക്കില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അയ്യോ മോളെ, അങ്ങനെ വാശി പിടിച്ചൂടാ. അവൻ്റെ ഒരു കാര്യം, ചില കാര്യത്തിനൊക്കെ അവൻ്റെ അച്ഛൻ്റെ സ്വഭാവ. ഞാൻ എന്തായാലേ അവൻ്റെ അച്ഛനെ കൊണ്ട് അവനോടൊന്ന് സംസാരിപ്പിക്കാം കേട്ടോ. മോള് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, അമ്മ ഭക്ഷണം എടുത്ത് വെക്കാം. ഹലോ അച്ഛാ, ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നു. അച്ഛന് സുഖമല്ലേ? ഒന്നുമില്ല അച്ഛാ, ഇങ്ങനെ പോന്നു. ചേട്ടൻ ഓഫീസിൽ പോയി. ഇന്ന് എന്തോ ഓഡിറ്റ് എന്തോ ഉണ്ടായിരുന്നു ഓഫീസിൽ. അത് കുഴപ്പമില്ല, 10 ദിവസം കൂടെ പോയാൽ മതി. അത് കഴിഞ്ഞ് 1 മാസത്തേക്ക് ലീവ് കിട്ടും. ഒന്നുമില്ല അച്ഛാ. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛാ, ചേട്ടൻ ഭയങ്കര കൂർക്കം വലിയ അച്ഛാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
ഇതതുപോലല്ല, ഭയങ്കര കൂർക്കം വലിയ. രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭ്രാന്ത് ഓടിക്കും ഉറക്കമില്ലാഞ്ഞിട്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാ പറഞ്ഞേ. ഇല്ല. ശരി. മോളെ. ഓ പിന്നെ അച്ഛൻ്റെ ചായ ഞാൻ തരാം. പിന്നെ അച്ഛൻ അവനോട് സംസാരിച്ചോളാം, വിഷമിക്കണ്ട കേട്ടോ. മരണമൊക്കെ വരുന്നു. ചേട്ടാ ഫോണിൽ കുത്തുവാണോ? ഫോണിൽ കുത്തുമായിരുന്നോ? ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. കാരണം നല്ല ഉറക്കം കിട്ടുന്നുണ്ട്, നന്നായിട്ട് ജീവിതം പോകുന്നുണ്ട്. അപ്പൊ ഫോണിൽ കുത്തുകയും ബുക്ക് വായിക്കുകയും എന്റർടൈൻമെന്റ് ഒക്കെ ചെയ്യാം അല്ലേ? ഇയാടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഉറക്കം കിട്ടാത്തതിനുണ്ട്. ചേട്ടാ, എനിക്ക് ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം പറ, കേക്കട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായിട്ടും മനസ്സ് തുറന്ന് ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. 4 ദിവസമായി നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ചേട്ടനോടൊന്ന് സംസാരിക്കൂ മിണ്ടൂ ഒന്നും ചെയ്തിട്ടില്ല. 24 മണിക്കൂറും കട്ടിൽ കണ്ട ചേട്ടൻ പോത്തുപോലെ കിടന്ന് ഉറങ്ങിക്കൂ. പക്ഷെ ബാക്കിയുള്ളവരുടെ ഉറക്കം ഇങ്ങനെ കെടുത്തുന്നത് എന്തിനാ? ചേട്ടൻ്റെ ഈ കൂർക്കം വലി എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ്. അമ്മേ. മോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തോ മോളെ? ചേട്ടൻ്റെ കാര്യമാണ്. പറയുമ്പം ചേട്ടൻ്റെ കുറ്റം പറയുമെന്നൊക്കെ അമ്മ വിചാരിക്കും. എനിക്കൊരു അമ്മയോട് മോൻ്റെ കുറ്റം പറയുന്നൊന്നും ഇഷ്ടമല്ല, പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. മോളെ അങ്ങോട്ട് പറ മോളെ, ചെറുക്കൻ്റെ ഒരു കാര്യം. അമ്മേ, ഞാൻ വിചാരിക്കുന്ന പോലൊന്നും അല്ലമ്മേ. ചേട്ടനാണെങ്കിൽ എപ്പോഴും അങ്ങ് ക്ഷീണമാണ്. അയ്യോ, അങ്ങനാന്നോ? വല്ലപ്പോഴും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോട്ടേന്ന് വെക്കാം. പക്ഷെ എപ്പോഴും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും എടുക്കത്തില്ല അമ്മേ. ചേട്ടാ മോളെ, മോള് വിഷമിക്കണ്ട. മോള് പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാവും. ഒരു പെണ്ണിൻ്റെ വിഷമേ ഒരു പെണ്ണിന് മനസ്സിലാവും. ഞാനേ അവൻ്റെ അച്ഛനോടൊന്നും കൂടെ ഒന്ന് സംസാരിക്കട്ടെ കേട്ടാ? അമ്മ തന്നെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അച്ഛൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അമ്മ ക്ഷമിക്കുകയോ പൊറുക്കുകയോ ഒക്കെ ചെയ്യുമോ? അയ്യോ മോളെ, അതിന് അച്ഛനിങ്ങനൊന്നുമല്ല, അച്ഛൻ എടുക്കനാ. ഞാനെന്തായാലേ അച്ഛനോടൊന്ന് സംസാരിക്കാം കേട്ടോ. മോള് വിഷമിക്കണ്ടേ. ഒന്ന് ചിരിച്ചേ. മോളെ അവിടെ പോയിരിക്കും, അമ്മ ഫുഡ് എടുത്ത് വെച്ചിട്ട് വിളിക്കാം കേട്ടോ. ചെറുക്കൻ എന്തൊരു പൊട്ട ചെറുക്കനാ. അങ്ങേരുത് എവിടെ പോയി കിടക്കുവോ? ഇത് നോക്കി, ഇത് മൊത്തം നശിച്ചത്. നിങ്ങൾ എവിടെ പുല്ലും പറിച്ചോണ്ടിരുന്നോട്ടെ മനുഷ്യ. നിന്നോട് ഇതെല്ലാം പറിച്ചു കളമെന്ന് ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നേ. ഞാൻ ആ ചെറുക്കനോട് ഒരു കാര്യം ചോദിക്കാൻ പറ്റും, നിങ്ങൾ ചോദിച്ചാ മനുഷ്യ? സംസാരിച്ചില്ല. പാരാത്രിക്ക് വന്ന് കയറുന്ന ഞാൻ പിന്നെ എങ്ങനെ കാണാനാ? നിങ്ങൾക്ക് ഇവിടെ നടക്കുന്നൊന്നും അറിയാൻ പാടില്ലാട്ടാ. ആ കൊച്ചു വന്ന് എപ്പോഴും സങ്കടം പറിച്ചില്ല. എന്തു? ആ ചെറുക്കന് ക്ഷീണം വന്ന്. ഈ 10 മണിക്കും 11 മണിക്കൊക്കെ ജോലിക്ക് വന്ന് കയറി അവൻ പിന്നെ ക്ഷീണം വരാതെ പിന്നെ എന്തോടി വരുന്നേ? എന്റെ പൊന്നു മനുഷ്യ, അവന് ഭയങ്കര ക്ഷീണമാന്ന്. ഇതിനില്ലെന്ന് ഇപ്പോഴും പറഞ്ഞേ, മനസ്സിലാവുന്ന ഭാഷയിലൊന്ന് പറയാവൂ. അതെ, അവൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്രിക്കറ്റ് കളിച്ചപ്പോൾ ബോൾ കൊണ്ടില്ലേ, അന്നേ നിങ്ങളോട് ഞാൻ പറഞ്ഞത് എന്റെ കുഞ്ഞിന്റെ ഭാവിക്ക് അത് പ്രശ്നമെന്ന്. നിങ്ങൾ എന്നിട്ട് കേട്ടാ മനുഷ്യ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി നിങ്ങൾ. ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോൾ അവിടെ ഇവിടെ എല്ലായിടത്തും കൊള്ളും. എന്റെയും കൊണ്ടിട്ടുണ്ട്. അവൻ അന്ന് വന്നതിന് ശേഷം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പിറ്റേ സ്കൂളിലും പോയി, ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ എന്തുവാ? നിങ്ങളെ പോലെ ആണോ മനുഷ്യ അവൻ? പണ്ടത്തെ പോലൊന്നും അല്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് ആരോഗ്യം ഇല്ലെന്നേ. മനുഷ്യ, ദാമ്പത്യ പ്രശ്നമാണ്. നിങ്ങൾ എന്തേലും ഒന്ന് ചെയ്യും. ചേട്ടാ, ഈ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ ഈ പ്രായമുള്ള ചെറുക്കനെ കൊണ്ട് ഞാൻ അങ്ങനെ ആശുപത്രി കയറി ഇറങ്ങുന്നേ? അത് ഇതും വെച്ചോണ്ട് ഒരു കാര്യം ചെയ്യാം. അലോപ്പതി വേണ്ട, ആയുർവേദ ബെസ്റ്റ്. ഇപ്പോൾ ഞാൻ ആ കേശം വേദന ഒന്ന് കണ്ടു വരാം. ജോലിക്ക് പോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിൻ്റെ അടുത്ത് പറയാനുണ്ട്. രാവിലെ പോയി അരയങ്ങ് എടുത്ത്. ഞാൻ ബിവറേജിൽ പോയതല്ല. പിന്നെന്തുവാ? അരിഷ്ടോ? ഇത് അരിഷ്ടവും അല്ല. ഞാൻ വൈദ്യശാല വരെ പോയതാ. നീ ഇത് പിടിച്ചേ.
എന്തോ ചെയ്ത്? അത് നിനക്കൊണ്ട് മേടിച്ചത്. എന്തിന്? പണ്ടൊരു 6ാം ക്ലാസ്സുകാരൻ അവൻ വീട്ടിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി ഓടി. അവൻ്റെ അമ്മയും അച്ഛൻ ആവെന്ന് പറഞ്ഞു പോവല്ലേ എന്ന്. അവനത് കേട്ടില്ല. കേൾക്കാതെ ഗ്രൗണ്ടിൽ ചെന്ന് കൂട്ടുകാരുടെ കൂടെ കളിച്ച് അതിലൊരു പയ്യൻ 6 അടിച്ചിട്ട് ആ ബോൾ പൊങ്ങി വരുന്നത് കണ്ട് ഈ പയ്യൻ ഇറങ്ങി ഓടി 2 കരങ്ങളും പൊക്കി ആ ബോൾ ഏറ്റുവാങ്ങാനായിട്ട്. പക്ഷെ അവൻ്റെ 2 കൈകളിൽ ആ ബോൾ ഒതുങ്ങിയില്ല. അത് വന്ന് അവൻ്റെ മത്ത് വീണ്. ആ ചെറുക്കൻ അവിടുന്ന് കരഞ്ഞ് വിളിച്ച് അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ അമ്മയുടെ മുന്നിൽ കിടന്ന് വേദന കൊണ്ടവൻ പൊളഞ്ഞ്. ആ തള്ള അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് അവനെ കൊണ്ട് ആശുപത്രി പോകും. തന്ത കേട്ടില്ല. കുഴപ്പമില്ല, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് അവനിവിടെ തുള്ളിച്ചാടി നടക്കുന്നതൊക്കെ കണ്ടപ്പോൾ തന്തയ്ക്കും അങ്ങ് സന്തോഷമായി. പക്ഷേ പിന്നീട് 6ാം ക്ലാസ്സുകാരും വളർന്ന് കല്യാണപ്രായം എത്തി അവന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ആ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞ് അതിന് ശേഷം അവൻ്റെ ദാമ്പത്യ ജീവിതം പ്രശ്നത്തിലായി. ആ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണിനാണ് അത് ഏറ്റവും കൂടുതലായിട്ട് ഇതായത്. അച്ഛാ ഇതൊക്കെ എന്തിനാ അച്ഛാ ഇതിപ്പോൾ എന്നോട് പറയുന്നേ? നമുക്കറിയാവുന്നവരല്ലോ, ആണെങ്കിൽ സാമ്പത്തിക സഹായം കൊടുക്കാം. മോനെ, ഇത് നമുക്കറിയാവുന്ന ഒരാൾ തന്നെ. ഇതിന് പറ്റിയത് സാമ്പത്തിക സഹായമൊന്നുമല്ല. അതിന് അച്ഛൻ അന്ന് ചെയ്യാതെ പോയ ആ ഒരു കാര്യം, ആ ഒരു കർമ്മം ഇപ്പോൾ ആ അച്ഛൻ ചെയ്തു. അത്രേ ഉള്ളൂ. എനിക്കൊന്നും കൂടി മനസ്സിലാവുന്നില്ല. ഇതെന്തിനാ എനിക്കിപ്പം? ഇത് കുതിരലേഹ്യം. കുതിരലേഹ്യോ? ഇതെന്തിനാ എനിക്ക്? ഇത് നിന്റെ ദാമ്പത്യ ജീവിതത്തിന് അടിത്തറവാകാൻ ഇത് നല്ലതാണ്. എടാ മോനെ, ഇത് വെറും കുതിരയുടെ അല്ല, ആഫ്രിക്കൻ കുതിരയുടെ ലേഹ്യമാണ്, അറിയാമോ? അല്ലാതെ ഇവിടുത്തെ നാടൻ കുതിരയുടെ ഒന്നും അല്ല. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇത് കഴിക്കാൻ. ഇതിപ്പോൾ കഴിക്കണോ? ഞാൻ ഇപ്പം കഴിക്കല്ലേ, ഇപ്പോഴാണ് കഴിക്കാൻ പറഞ്ഞത്. നീ ഓഫീസിൽ നിന്ന് വന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടക്കുമ്പോൾ ഓരോ സ്പൂൺ വെച്ച് രാത്രി എന്നും കഴിച്ചിട്ട് വേണം കിടക്കാം. അച്ഛൻ ഇതിൻ്റെ ആവശ്യം എന്തു അച്ഛൻ? ഉണ്ട്, എൻ്റെ ആവശ്യം ഇനി ഉണ്ട്. ഇനി ആ വേദനയും പേര് നടക്കാൻ എനിക്ക് വയ്യ. ഞാൻ പറഞ്ഞു പൊക്കോ, ഓഫീസിൽ പൊക്കോ. പൊന്നുപോലെ സൂക്ഷിച്ചാണോ അത്? തീരുമ്പോൾ പറഞ്ഞാൽ മതി. അച്ഛനെ നീ എന്തിന് ആവശ്യം എന്തുവാ?
ഇന്നലെ എൻ്റെ മോള് ബോധം കെട്ട് വീണു. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കണ്ടോ ആ ലേഹ്യത്തിൻ്റെ ഗുണം കണ്ടോ? ബോധം കിട്ട് വീടും. അതിപ്പം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളായിരുന്നു ആദ്യം അറിയേണ്ടത്. പക്ഷെ സാരമില്ല, എന്തായാലും മോള് അന്നേരം തന്നെ അച്ഛനെയൊക്കെ വിളിച്ച് പറഞ്ഞല്ലോ. എല്ലാം പെട്ടെന്നാ. എന്തോ അറിയിച്ചില്ലെന്ന് അച്ഛൻ ഈ പറയുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവമൊന്നും അല്ല. ഞാൻ എത്ര ദിവസമായെന്നറിയുമെന്ന് ഉറങ്ങിയിട്ട്. ഉറങ്ങിയിട്ടില്ലെന്നറിയാം. അതിനുള്ള മരുന്നാണല്ലോ അച്ഛന് വേണ്ടി കൊടുത്തു വിട്ടത്. എന്നാ ആ മരുന്നൊന്നും ഫലം കണ്ടില്ല. ഫലം കണ്ടില്ലേ? ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല. കൂർക്കം വലിക്ക് ഒരു കുറവുമില്ല അച്ഛാ. മരുന്ന് ഏറ്റിട്ടില്ല. കൂർക്കം വലി? ആ അല്ല, അപ്പം മോൾ ഇത്ര നാൾ അമ്മയുടെ കൂർക്കം വലിയുടെ കാര്യമായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ? ആ ആന്നു. ഞാൻ എന്നാ അച്ഛാ കൂർക്കം വലിക്കുന്നേ? എടാ അത് തന്നെ ഞങ്ങളും ചോദിക്കുന്നത്. മോളെ, ഇവൻ ഇന്ന വരെ കൂർക്കം വലി ഞങ്ങൾ കേട്ടിട്ടില്ല. 10ാം ക്ലാസ് വരെ ഇവൻ ഞങ്ങളോട് കിടന്ന് തുടങ്ങി, അറിയാമോ? മോനെ കൂടെ കിടത്തിയാൽ മാത്രം പോരാ, മോൻ ഏത് വഴിയൊക്കെ സൗണ്ട് പുറപ്പെടുപ്പിക്കുന്നതോടെ നോക്കണം. അതാണ്ടേ എൻ്റെ മോൻ കൂർക്കം വലിക്കത്തില്ല. മോളെ നിന്നോടും കൂടെ പറയുന്നത്, അവൻ ഇന്ന വരെ കൂർക്കം വലി ഞങ്ങളാരും കേട്ടിട്ടില്ല. മോൻ മാത്രമല്ല, അച്ഛനും അമ്മയും എല്ലാരും നല്ല വലിയ. ഞങ്ങളാരും കേട്ടിട്ടില്ല, ഞങ്ങളാരും കൂർക്കം വലിക്കത്തുമില്ല. ആ നിങ്ങൾ എങ്ങനെയാ കേൾക്കുന്നേ? കാരണം 3 പേരും കൂടെ ഒന്നിച്ച് കിടന്ന് ഉറങ്ങും. അപ്പൊ ആർക്കും കേൾക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒരാളൊന്ന് ഉണർന്നിരുന്ന് നോക്ക്, അപ്പൊ കാണാം. നീ കൂർക്കമലി എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് സത്യമാണെന്ന് എന്തോ തെളിവെന്തുവാ? അതെ. ആ നിന്റെ കൈ നിട്ട് പറയുന്നതാണെങ്കിലോ? ഉണ്ട്. ദാ. ഇത് മോന്റെ കൂർക്കം വലി. തീർന്നിട്ടില്ല. ഇത് അച്ഛന്റെ കൂർക്കം വലി. ഇത് അമ്മയുടെ കൂർക്കം വലി. കിളിയോ? ഇപ്പം മനസ്സിലായോ? ഇന്ന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാക്കിയില്ലെങ്കിലുണ്ടല്ലോ ഞാൻ ഡിവോഴ്സ് ചെയ്യും. കുറച്ച് നാളായിട്ട് ഞാൻ ഇത് സഹിക്കുന്നു. എനിക്കുണ്ടല്ലോ ഇവിടെ കിടന്നുറങ്ങുമ്പോൾ സൂയി കിടന്നുറങ്ങുന്ന പ്രതീതിയാണ്. എൻ്റെ പൊന്നച്ച, ഇത് കള്ളത്തരവാ. ഇത് മനഃപൂർവ്വം എന്നെ കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ട് ഇവള് കാണിക്കുന്ന പണിയാ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇവക്കൊന്നി വേറെ ആരെങ്കിലുമായിട്ട് ബന്ധം കാണും. ഈ കൂർക്കമലി എല്ലാം നെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന സാധനങ്ങൾ. ഇവിടെ നെറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് കാണിച്ചാൽ ഉറപ്പെന്തുവാ? എന്നെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തണം. ഭർത്താവ് കൂർക്കം വലിക്കാരൻ, വീട്ടുകാർ കൂർക്കം വലിക്കാരൻ, ഇങ്ങനെ പറഞ്ഞ് ഇവർക്ക് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാം. ഇപ്പോഴത്തെ പുതിയ നിയമങ്ങളൊക്കെ അങ്ങനെ ആണല്ലോ. അതാ വേണ്ടത്. അതെ, എൻ്റെ മോള് കള്ളത്തരം പറയല്ല, അവൾക്ക് കള്ളത്തരം കാണിക്കേണ്ട ആവശ്യകതയില്ല കേട്ടോ. എന്താ ഷക്കീലൊന്നും മിണ്ടാത്തേ? ഒന്നും അഭിപ്രായമൊന്നും ഇല്ലേ? എനിക്കൊന്നും പറയാനില്ല. കൂർക്കം വലിക്കാത്തവരായിട്ട് ആരുണ്ട് ഗോപിയണ്ണ? അതെ, ഇങ്ങനെ വല്ല പരാതി മോക്കുണ്ടായിരുന്നെങ്കിൽ കല്യാണത്തിന് മുമ്പ് പറയണമായിരുന്നു. അയ്യ, കല്യാണത്തിന് മുമ്പ് മറ്റുള്ളവൻ്റെ കൂടെ പോയി കിടക്കേണ്ട തോന്നുന്നു ഞങ്ങളുടെ കുടുംബക്കാർക്കില്ല, പ്രത്യേകിച്ച് എൻ്റെ പെങ്ങൾക്കൊട്ടുമില്ല. പിന്നെ ഞങ്ങൾക്കുണ്ടായിരിക്കും. താണ്ടേ അച്ഛൻ എന്നെ ജീവനോടെ വേണമെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടേ പറ്റത്തുള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ കിടക്കാം. അപ്പൊ അറിയാലോ നിങ്ങളിന്ന് വലിക്കുന്നുണ്ടോ നമ്മളെ വലിപ്പിക്കുവാണെന്ന്. എന്താ മോളെ? അത് മതി അച്ഛാ. എനിക്കൊക്കെയാ. അപ്പൊ അച്ഛൻ തന്നെ അറിയാമല്ലോ ഇവിടെ കൂർക്കം വലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. പറഞ്ഞിട്ട് പോയാൽ മതി. കാണാം. കാണാം. ആരെ വല്ലതും എടുക്കണോ? രണ്ടെണ്ണം മാറി മാറി തുടങ്ങി. അച്ഛാ, അച്ഛാ, അച്ഛാ. അപ്പുവേ, എന്തുമായാലും ഞാനൊരു തീരുമാനം എടുത്തു. ഇനി ഞാൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് മാത്രം
നിങ്ങളെല്ലാവരും ഉറങ്ങുക. അത് ന്യായം. ന്യായം? അച്ഛനുള്ളതേ ഞാൻ വീട്ടിൽ വന്നിട്ട് തരാം കേട്ടോ. അല്ല മോളെ, ഇവിടെ ആരും കൂർക്ക വലിക്കുന്ന അച്ഛൻ കേട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ഉറങ്ങിയിട്ട് ഈ വീട്ടിൽ ബാക്കിയുള്ളവർ ഉറങ്ങിയാൽ മതി. പറ്റൂലേ? സമ്മതമാണോ? നിങ്ങളെങ്ങും പോകുന്നില്ല, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. പോട്ടി